എവരിവൺ, കാലിഫോർണിയ ട്രിപ്പ് വന്ന സമയത്ത് കണ്ട ഫാസിനേറ്റഡ് ആയുള്ള ഒരു കാഴ്ച, അത് നിങ്ങളെയും കൂടെ കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. കാലിഫോർണിയ ലോസ് ആഞ്ചലസ് ഇറങ്ങിപ്പോൾ മുതൽ ഇങ്ങനെ കൗതുകം തോന്നുന്ന, അന്യഗ്രഹത്തിൽ നിന്ന് എന്ന് തോന്നുന്ന ഒരു കാർ. അന്നേരം തുടങ്ങിയ ഒരു ക്യൂരിയോസിറ്റിയാണ്, എന്താണ് ഈ കാറിൻ്റെ പ്രത്യേകത, എന്തിനാണ് ഇത്രമാത്രം മോഡിഫിക്കേഷൻ ഈ കാറിൽ വരുത്തിയിരിക്കുന്നത്, അത് ലീഗലാണോ എന്നുള്ള കുറേ ചോദ്യങ്ങളുണ്ടായി. അങ്ങനെ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാർ അടുത്തു വന്ന് കണ്ടപ്പോൾ ആണ് വേറൊരു സത്യം മനസ്സിലാകുന്നത്. ഈ കാറിൽ ഡ്രൈവർ ഇല്ല എന്നുള്ളത്. അതുപോലെ ഈ കാറിൻ്റെ പേര് വേമോ എന്നാണെന്നും മനസ്സിലായി. വേമോ എന്ന് പറയുന്നത് ഊബർ ലിഫ്റ്റ് പോലെ ഉള്ളതും എന്നാൽ ഡ്രൈവർ ഇല്ലാതെ ഓടുന്നതുമായ ടാക്സി സർവീസാണ്. അങ്ങനെ അത് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ മാത്രമല്ല, കാണുന്നവരെല്ലാം ഭയത്തോടും അതുപോലെ തന്നെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നതായ ഒരു കാഴ്ച കാണുവാൻ സാധിച്ചു. ഊബർ പോലെ തന്നെ വളരെ ഈസിയായി ഉപയോഗിക്കാൻ പറ്റുന്ന വേമോ ആപ്പിലൂടെ ബുക്ക് ചെയ്ത കാർ ഞങ്ങൾ നിൽക്കുന്ന അടുത്ത് വളരെ സേഫായി ആ ഫോർവേഡ് ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് കണ്ടു. നമുക്ക് ഫോൺ ആപ്പിലൂടെ കാർ അൺലോക്ക് ചെയ്ത് നമുക്ക് കാറിൽ കയറുവാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ഡ്രൈവർ ഇല്ലാത്ത വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു ഓടി നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ, സ്റ്റാർട്ട് റൈഡ് അത് കൊടുക്കുക. ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വണ്ടി ഡ്രൈവിങ് തുടങ്ങിക്കഴിഞ്ഞു. ഒരല്പം പേടി തോന്നുമെങ്കിൽ തന്നെ ഡ്രൈവറില്ല, ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എങ്കിൽ തന്നെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ്, ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ ടെക്നോളജി വളർന്നിരിക്കുന്ന ഇപ്പോൾ കാലിഫോർണിയയിൽ ഇത്രയും തിരക്ക് പിടിച്ച സ്ട്രീറ്റിൽ വളരെ സേഫായിട്ട്, എനിക്ക് തോന്നുന്നത് മനുഷ്യരെക്കാൾ വളരെ സേഫ്റ്റി ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ ഇത്രയും നേരം സീറ്റ് ബെൽറ്റ് ഇടാൻ നോക്കുമായിരുന്നു. ഉടനെ തന്നെ സീറ്റ് ബെൽറ്റിൻ്റെതാണ് ഇവർ കാണിക്കുന്നത്. കയറുന്നവരെല്ലാം സീറ്റ് ബെൽറ്റ് ഇടണം എന്നുള്ള അവരെ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു സ്വല്പം പേടിയോടുകൂടെയാണ് ഡ്രൈവർ ഇല്ലാത്ത കാറിൽ യാത്ര തുടങ്ങിയത്. വേമോ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ പേരന്റ് കമ്പനിയായ ആൽഫബറ്റിൻ്റെ ഒരു സബ്സിഡറി കമ്പനിയാണ്. വേമോ ഉപയോഗിക്കുന്ന കാറുകൾ ജാഗുവാറിൻ്റെ ഐ-പേസ് ഇലക്ട്രിക് ലക്ഷറി കാറുകളാണ്. അപ്പോൾ നമ്മൾ റൈഡ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ തന്നെ കറക്റ്റ് ആ ഒരു പ്ലേസിന്റെ സേഫ് ആയിട്ടുള്ള ഒരു കോർണർ അവർ കൊണ്ട് നിർത്തി. സോ നമുക്കിവിടെ അവർ ഇത് കാണിക്കുന്നുണ്ട്, ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്, പുൾ ഓവർ ചെയ്യാനുള്ളത് ചെയ്യണോ വേണ്ട എന്നുള്ള. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം കാർ എന്തു ചെയ്യുന്നു എന്ന ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു രസകരമായ കാര്യമുണ്ടായത്. ഒരു ഡ്രൈവർ വന്ന് അടുത്ത് നിർത്തിയിട്ട് തമാശ രൂപത്തിൽ ചോദിച്ചു, ഈ കാറിൻ്റെ ഡ്രൈവർ എന്തേ എന്നറിയാമോ എന്ന്. ഇല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ആരോ എടുത്ത് അതിൻ്റെ ട്രങ്കിൽ ഇട്ടിട്ടുണ്ട് എന്ന്. അങ്ങനെ എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയാണ് ഈ ഒരു കാർ. റെഡ് ലൈറ്റ് ആയതുകൊണ്ടും ആളുകൾ ക്രോസ് ചെയ്യുന്നതും കൊണ്ട് തന്നെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാതെ നിന്ന കാർ, എന്നാൽ ആളുകൾ പോയി കഴിഞ്ഞ ഉടനെ തന്നെ പതുക്കെ മുന്നോട്ട് നീങ്ങിയതിന് ശേഷം നോ ടേൺ ഓൺ റെഡ് അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് മറ്റേ സൈഡിൽ നിന്ന് കാറുകൾ വരുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം റെഡ് ലൈറ്റിൽ തന്നെ തിരിഞ്ഞ് പോകുന്ന കാഴ്ച ഞാൻ അതിശയത്തോടെ കണ്ടു നിന്നു. എൻ്റെ ക്യൂരിയോസിറ്റി മാറാത്തത് കൊണ്ട് വീണ്ടും കാർ റൈഡ് ഞങ്ങൾ ബുക്ക് ചെയ്തു. അമേരിക്കയിൽ ഇപ്പോൾ 5 സിറ്റികളിൽ മാത്രമാണ് ഈ വേമോ കാണുവാനും ഉപയോഗിക്കുവാനും സാധിക്കുന്നത്. ഈ കാറിൽ അപ് ടു 29 ക്യാമറാസും അതുപോലെ തന്നെ അത്യാധുനിക റഡാർ സിസ്റ്റവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഡ്രൈവർലെസ് ഡ്രൈവിങ്ങിന് പുറകിലുള്ള രഹസ്യം. അങ്ങനെ വളരെ സിമ്പിളായ വേമോ ആപ്പിലൂടെ തന്നെ നമുക്ക് കാർ ബുക്ക് ചെയ്യുവാനും അൺലോക്ക് ചെയ്യുവാനും ഓൺ ചെയ്യുവാനും കാറിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനും എല്ലാം തന്നെ സാധിക്കും. അങ്ങനെ വളരെ രസം തോന്നി. അങ്ങനെ 1-2 റൈഡ് ഞങ്ങൾ ഇതിനകത്ത് ഇത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്തതാണ്. പക്ഷെ ഒന്ന് ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡ്രൈവർ ഇല്ലാത്തൊരു വണ്ടിയിൽ ഡ്രൈവർ ഉള്ളതിനേക്കാൾ സേഫ് എന്ന് തോന്നിയ ഒരു റൈഡ് തന്നെ ആയിരുന്നു. 2-3 പ്രാവശ്യം ട്രൈ ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് എത്തുകയാണ്. വളരെ രസമുള്ള, കൗതുകം തോന്നുന്ന, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇനി ഫ്യൂച്ചറിൽ ഈ സിസ്റ്റം ആയിരിക്കും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വരാൻ പോകുന്നത്. മറ്റ് കൺസേണുകളൊന്നുമില്ല, സേഫ്റ്റിയെ പറ്റി യാതൊരു കൺസേണിൻ്റെ ആവശ്യമില്ലാത്ത രീതിയിൽ വളരെ സേഫായി തന്നെ തോന്നി. അതുപോലെ തന്നെ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഇതുപോലെ ഡ്രൈവറില്ലാത്ത വണ്ടി ട്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ നിങ്ങൾ അറിയിക്കുക.